ഈ അങ്ങാടിയിൽ മുഴുവൻ ഇപ്പോൾ ഒത്തുകൂടിയിരിക്കുന്നത് അർജുൻ്റെ സഖാക്കളും അർജുൻ്റെ കൂടെ ക്ലബ്ബുകളിൽ പ്രവർത്തിച്ചവരും അർജുൻ്റെ നാട്ടുകാരും ഒക്കെയാണ്. ഒരു പരിധിവരെ അർജുനെ പരിചയമില്ലാത്ത ആളുകളും ഒക്കെ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അർജുൻ്റെ സുഹൃത്തും ഇവിടെ DYFI പ്രവർത്തകരുമായിട്ടുള്ള ആസിഫ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ആസിഫ് ഇപ്പോൾ എവിടെ എത്തിയെന്ന് വല്ലതും? ഇപ്പോൾ നാദാപുർ റോഡ് കഴിഞ്ഞെന്നാണ് ഞാൻ ന്യൂസിൽ കേട്ടത്. നിങ്ങളെ ന്യൂസിൽ തന്നെ കേട്ടതാണ്. നാദാപുർ റോഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വിലാപയാത്രയായിട്ട് ഇവിടുന്ന് കണ്ണാടിക്കുന്നു. ഇവിടുന്ന് വീട് വരെ ഒരു 1.5 കിലോമീറ്ററിനടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകും അല്ലേ? ഇപ്പോൾ ഞാൻ നേരത്തെ അർജുൻ്റെ കൂടെയുള്ള ഫോട്ടോസൊക്കെ കാണിയിരുന്നു. നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ ചെയ്തിട്ടുള്ള ആളാകുമല്ലോ. സ്വാഭാവികമായിട്ടും അർജുൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ്. എങ്ങനെയാണ് അർജുനിപ്പോൾ ഒരു 4-5 കൊല്ലമായിട്ടാണ് നമ്മുടെ ജോലീൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് പോയാലാണ് കണ്ണാടിക്കലില്ലാതായത്. അതുവരെ ഞങ്ങളൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും ഒരുമിച്ചുള്ള ആളുകളായിരുന്നു. സുഹൃത്ത് എന്നുള്ള നിലക്കും ഞങ്ങളൊരു ക്ലബ്ബിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. സംഘടനാപരമായിട്ട് രാഷ്ട്രീയ സംഘടനയിൽ ഒരുമിച്ച് പ്രവർത്തിച്ച ആളുകളാണ്. ക്ലബിൻ്റെ ഒരു സജീവ യൂണിറ്റ് സെക്രട്ടറി ആണ്. അതെ, ക്ലബിൻ്റെ ഭാരവാഹിയാണ്. ക്ലബിൻ്റെ ഭാരവാഹിയായിട്ട് ഒരു 2 കൊല്ലത്തോളം 3 കൊല്ലം ക്ലബിലുണ്ടായിരുന്നു. 1 കൊല്ലം ക്ലബിൻ്റെ ഉപഭാരവാഹിയായിട്ട് പ്രവർത്തിച്ചാണ്. ലോറി പോകാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് സജീവമല്ലാതിരുന്നു. അതെ, ലോറി പോകാൻ തുടങ്ങിയാൽ 2 ആഴ്ച കൂടുമ്പോഴാണ് വീട്ടിൽ വരിക. വീട്ടിൽ വന്നാൽ തന്നെ ചിലപ്പോൾ വരുന്ന ദിവസം രാത്രി ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അനിയൻ വന്ന് കൂട്ടും, വീട്ടിൽ പോകും. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ചിലപ്പോൾ ഇപ്പം വന്നെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ രാവിലെ ഇവിടുന്ന് പോയിട്ടുണ്ടാവും. രാവിലെ നേരത്തെ 5 മണിയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ വണ്ടിയിൽ പോയിട്ടുണ്ടാവും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇത്ര ഒരു ഉത്തരവാദിത്തമൊക്കെ ഏറ്റെടുത്ത് ഇങ്ങനെ വലിയൊരു ജോലി യുവാവായിരിക്കുമ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അർജുൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്ത് ഏൽപ്പിച്ച് കഴിഞ്ഞാലും അത് അത്രയും 100% അതിൽ എഫേർട്ട് കൊടുത്ത് ചെയ്യുന്ന ഒരാളാണ്. അത് ഇപ്പോൾ ഇവൻ്റെ ജോലീൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നാട്ടിൽ അല്ലാതെ നമ്മളെ ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ ഏത് പ്രവർത്തനം ഏൽപ്പിച്ച് കഴിഞ്ഞാലും ആ രീതിയിൽ യാത്രയിലൊക്കെ നേരത്തെ ആസിഫ് പറഞ്ഞിട്ടുണ്ട്. യാത്രയിലൊക്കെ അർജുൻ നിരന്തരം രാത്രിയൊക്കെ വിളിക്കുമല്ലോ. അപ്പോൾ ഈ പൊതുകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാറുണ്ട്. അർജുന് വണ്ടി പോകുന്ന സമയത്ത് ഈ ഉറക്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അധിക സമയവും ഒന്നരാടം വെച്ചിട്ട് എന്നെ വിളിക്കണം. ഞങ്ങളിവിടെ കുറച്ച് ആളുകളുണ്ട്, എൻ്റെ അടുത്ത കമ്പനിക്കാരുണ്ട്. ആ ആളുകളൊക്കെ 1 മണിക്കൂറോളം ചിലപ്പോൾ ഫോണിലിങ്ങനെ വിളിച്ചിട്ടാണ് വാഹനം ഓടിക്കുക. അപ്പോഴേക്ക് സംസാരിക്കുന്ന ഇത്തരത്തിലുള്ള പൊതുകാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ സംസാരത്തിൽ വരും. എല്ലാ കാര്യവും സംസാരിക്കും. വണ്ടി ഓടിക്കുന്ന സമയത്തും ഈ വാർത്തകൾ നല്ലോണം കേൾക്കുന്ന ആളാണ്. അപ്പോൾ വാർത്ത ഓൺ ചെയ്ത് നിൽക്കുമ്പോൾ ഇവന് എല്ലാ വാർത്തകളും നമ്മൾ ഓരോ ദിവസവും വരുന്ന വാർത്തകളെ പറ്റി നമ്മളെക്കാട്ടും നാട്ടിലുള്ള ആളുകൾക്കാളും നല്ല ഒരു ധാരണ ഉള്ള ആളാണ്. അപ്പോൾ അതിൻ്റെ അവസ്ഥ ഓരോന്ന് വിളിച്ചിട്ട് എന്നെ മാത്രമല്ല കേട്ടോ, നമ്മളിവിടെയുള്ള പല ആളുകളെയും വിളിച്ച് ചോദിച്ചിട്ടാണ് ഇങ്ങനെ ഓൻ്റെ അടുത്ത ആളുകളെ സ്ഥിരമായിട്ട് വിളിച്ചിട്ടാണ് വാഹനം ഓടിക്കുക. സ്ഥിരമായി വാർത്തകൾ കാണുന്ന ആളാണ്. പക്ഷേ ഇന്നിപ്പോൾ വാർത്തകളിലൊക്കെ ഈ അർജുൻ നിറയുന്നു എന്നുള്ളതാണ്. വാർത്തകളിലൂടെ അർജുൻ മറ്റ് പലർക്കും വേണ്ടപ്പെട്ടവരായി. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങളിൽ കുറേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെ അർജുനെ കാണാൻ വേണ്ടി, ഈ നാട്ടുകാരൊന്നുമല്ല, പല നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ അർജുനെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളവരാണ്. ഇവിടെ കുറേ അമ്മമാർ കൂടി നിൽക്കുന്നുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം. ചേച്ചി, നിങ്ങൾ എവിടെ നിന്നാണ്? നാട്ടുകാരാണ്. ഈ അർജുൻ്റെ വീട്ടിന് അർജുൻ്റെ അയൽവാസികളാണ്. അർജുൻ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. എങ്ങനെ വർക്ക് ചെയ്തു? ഞങ്ങളെ പാർട്ടിപരമായിട്ട് എല്ലാത്തിനും വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് അർജുൻ. എങ്ങനെയാണ് ഓർക്കുന്നത് അർജുനെ ഓർക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഓർക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്താ വെച്ചാൽ ഒന്നാമത്തേതായിട്ട് അവൻ ആ കുടുംബത്തിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു കുട്ടിയാണ്. ജോലിക്ക് ചെറുപ്പകാലം മുതലേ ജോലിക്ക് പോയി അവിടെ അങ്ങനെ ഒരു കുടുംബം നോക്കിയത്. എന്താ വെച്ചാൽ വളരെ കഷ്ടപ്പെട്ട ഒരു കുടുംബമായിരുന്നു. അവിടുന്ന് ഈ രീതിയിലേക്ക് എന്ന് പറഞ്ഞാൽ അവൻ്റെ പരിശ്രമം കൊണ്ട് വിദ്യാഭ്യാസം, സഹോദരിമാർ 2 ആൾ വിദ്യാഭ്യാസം കൊടുത്തു. അങ്ങനെയുള്ള സഹോദരനും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അമ്മേൻ്റെ കൂടെ നടന്ന് അച്ഛൻ്റെയും കൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു കുട്ടിയായിരുന്നു. ഓർക്കാനിപ്പോൾ അതേപോലെ പത്രം ഇടാൻ പോവും. പിന്നെ ഒരുപാട് കാര്യങ്ങൾ DYFIയിലൊക്കെ പ്രവർത്തിച്ച ആളാണ്. അപ്പോൾ പൊതിച്ചോറ് അതാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടത്. അതേപോലെ 2018-19 കാലത്തെ പ്രളയം ഉണ്ടായിരുന്നല്ലോ. ആ സമയത്തും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചൊരു കുട്ടിയായിരുന്നു. പെട്ട സമയത്തൊക്കെ ഒരുപാട് പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതേ ഉള്ളൂ, പ്രാർത്ഥനകളുള്ളതിന്. ഞങ്ങളും വിചാരിച്ചത് ആദ്യം തിരിച്ചു വരുന്നതിന്, ജീവനോടെ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയേനി. പിന്നെയാണല്ലോ കുറേ 72 ദിവസം കഴിഞ്ഞ് കാത്തിരിപ്പിന് ശേഷമാണല്ലോ അങ്ങനെ ഒരു ഇത് കിട്ടിയത്. തീർച്ചയായിട്ടും ആ തുടക്ക ദിവസങ്ങൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അർജുനെ പോലെ അങ്കോളയിൽ എന്നാണ് നമുക്ക് വാർത്ത MK രാഘവൻ്റെ ഓഫീസിൽ നിന്ന് നമുക്കൊരു വിവരം ലഭിക്കുന്നത്. അങ്കോളയിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ആ തുടക്കത്തെ ഒരു 10 ദിവസം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആ രീതിയിൽ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു. പിന്നീട് അങ്ങോട്ട് നമ്മൾ അർജുൻ്റെ വിയോഗം മനസ്സാൽ നമ്മൾ അംഗീകരിച്ചു. അർജുൻ ഇനി ഇല്ല എന്നുള്ളത് അംഗീകരിച്ചു. അപ്പോഴും അർജുൻ്റെ കുടുംബം ആഗ്രഹിച്ച പോലെ അർജുൻ്റെ ഒരു മൃതദേഹ അവശിഷ്ടമെങ്കിലും കണ്ടുകിട്ടണമെന്ന് അവരാഗ്രഹിച്ചതുപോലെ
പോലെ ആ ആഗ്രഹത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മളത് ആഗ്രഹിച്ചു. 71 ദിവസത്തിന് ശേഷം ആ ട്രക്ക് പൊക്കിയെടുക്കുമ്പോൾ അതിൽ അർജുൻ്റെ മൃതദേഹമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വേദനയാണ്. പക്ഷേ ആ വേദന എന്നേക്കുമായി ഒരു വേദനയായിട്ട് അവശേഷിക്കുമെങ്കിൽ കൂടി അർജുനെക്കുറിച്ചുള്ള ഒരു സത്യം, അത് അർജുൻ ഇനി ഇല്ല എന്നൊരു സത്യം അംഗീകരിക്കാൻ, മാനസികമായി അംഗീകരിക്കാനുള്ള ഒരു അവശിഷ്ടമായി തന്നെ അത് കണ്ടുകിട്ടുകയായിരുന്നു. സ്വാഭാവികമായിട്ടും രാകേഷ് ഈ നാട്ടുകാരൻ കൂടിയാണ്. രാകേഷ്, എങ്ങനെയാണ് സ്വാഭാവികമായിട്ടും ഈ ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകൾ എങ്ങനെയാണ് അർജുനെ ഓർക്കുന്നത്? തീർച്ചയായിട്ടും നാടിൻ്റെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു. നമുക്കറിയാം 2018 പ്രളയ സമയത്തൊക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള, പ്രത്യേകിച്ച് പ്രളയബാധിതമായിട്ടുള്ള ഒരു സ്ഥലം കൂടെയാണ്. അറിയാം, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലമാണ്. നന്നായിട്ട് ബാധിച്ചിരുന്നു ആ സമയത്തൊക്കെ തന്നെ കണ്ണാടിക്കൽ ഒരു യുവജന കൂട്ടായ്മയുണ്ട്. ഇവിടെ കണ്ണാടിക്കൽ എന്ന് പറയുന്നത് ചന്ത നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 8-10 ദിവസത്തോളം എല്ലാ പുതുവത്സരത്തോടനുബന്ധിച്ച് വലിയ ചന്ത നടക്കും. അപ്പോൾ ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ്. അപ്പോൾ ഈ ചന്തയിലേക്കൊക്കെ ഒരുപാട് ആളുകളെത്തും. ഈ ചന്ത നടത്തുന്നത് ഒരു ജനകീയ കമ്മിറ്റിയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കും അർജുൻ സജീവം. അതെ. അതായത് ഒരു കുറ്റഞ്ചേരി ശിവക്ഷേത്രമുണ്ട് ഇവിടെ. അപ്പം ഈ ശിവക്ഷേത്രത്തിൻ്റെ ആഘോഷവും ഒപ്പം തന്നെ കണ്ണാടിക്കലിലെ ചന്തയും ഇതെല്ലാം തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പം ഈ ചന്ത നടത്തുന്ന സമയത്തുണ്ടാവുന്ന സംഘാടനം, ഈ നാടുമായിട്ടുള്ള ഇടപെടൽ, ഇപ്പോൾ നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് അർജുൻ. ഒപ്പം തന്നെ ഇവിടെയുള്ള KYAC എന്ന് പറയുന്ന കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ പിന്നീട് എനിക്ക് തോന്നുന്നു ഈ ജോലി അല്ലെങ്കിൽ വളരെ ദീർഘദൂരമുള്ള ഈ ജോലി ആ സമയത്താണ് കുറച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇവിടെ സജീവമാകാൻ പറ്റാതെ പോയത്. അല്ലാത്ത സമയങ്ങളിലെല്ലാം തന്നെ നാട്ടിലെ ഓരോ മനുഷ്യർക്കും അറിയാവുന്ന ഒരാളാണ്. ഇവരുടെ പ്രതികരണത്തിലുണ്ട്. അർജുൻ നേരിട്ട് അറിയില്ല. 1-2 പ്രാവശ്യം ഇങ്ങനെ കണ്ടുപരിചയമുള്ളൂ. കൂടുതലായിട്ട് വലിയ പരിചയമൊന്നുമില്ല. ഇവിടെ തന്നെ അർജുനെ പരിചയമില്ലാത്ത ആളുകൾ വരുന്നുണ്ട്, പരിചയമുള്ള ആളുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടേക്ക് വരുന്ന കൂടുതൽ ആളുകളും ഈ കൂടിയിരിക്കുന്നവരൊക്കെ അർജുനെ കൂടെ പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഈ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അർജുനെ തീർത്തും പരിചയമില്ലാത്ത ആളുകൾ പോലും ഇങ്ങോട്ടേക്ക് തന്നെയാണ്. അതായത് പരിചയമുള്ള ആളുകളുണ്ട്, പരിചയമില്ലാത്ത ആളുകളുണ്ട്. പക്ഷേ ഇപ്പോൾ അർജുനെ കുറിച്ചുള്ള ആ ഒരു വാക്കുകൾ നമ്മൾ കേട്ടില്ലേ, സുഹൃത്തിൻ്റെയും അല്ലെങ്കിൽ അയൽവാസികളായിരുന്നവരുടെയും